ഡോക്ടർ, ഈ PCOD പ്രശ്നമുള്ളവർക്ക് കൺസീവ് ആവാൻ കഴിയില്ലേ? ഇത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ. PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. PCOD ഉള്ളവർ ഒരിക്കലും കൺസീവ് ആകില്ല എന്നുള്ളൊരു തോട്ട് പോലും വരാൻ പാടില്ല. ഈ PCOD എന്ന് പറയുന്ന കണ്ടീഷൻ അതിന്റെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ആണ് PCOS എന്ന് പറയുന്ന പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. ആ കണ്ടീഷനുള്ളവർ പോലും ഈസി ആയിട്ട് കൺസീവ് ആവാറുണ്ട്. ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. PCOD എന്ന് പറയുമ്പോൾ അണ്ടാശയത്തിൽ ഒരേ സമയം തന്നെ ഒന്നിലധികം ഫോളിക്കിൾസ് മച്ചുറായിട്ട് ഓവം റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ മര്യാദയ്ക്ക് ഒരു ഓവം വരുമോ അതും ഇല്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി ഓവുലേഷൻ നടക്കുക എന്നൊരു പ്രോസസ്സ് ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൺസീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് ഹോമിയോപ്പതിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഹോമിയോപ്പതി മരുന്നുകൾ വഴി നമുക്ക് ഹോർമോണിന്റെ ഇംബാലൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് ഓവത്തിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഓവുലേഷൻ നടത്താൻ സഹായിക്കും. അപ്പോൾ അതുവഴി നമുക്ക് ഈസി ആയിട്ട് കൺസീവ് ആകാൻ പറ്റുന്നതേ ഉള്ളൂ. PCOD ഒരിക്കലും ഒരു ബാലികേറ മലയോ അല്ലെങ്കിൽ ഇനി ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റാത്ത അസുഖമോ ഒന്നുമില്ല. ഈ റീസെൻ്റ് ആയിട്ട് ഒരു അമ്മ എൻ്റെ അടുത്തൊരു കുഞ്ഞിനെ കൊണ്ടുവരുന്ന തന്നെ, ഡോക്ടറെ എൻ്റെ മോൾക്ക് PCOD ആണ്, അവൾക്ക് ഇനി പ്രഗ്നൻ്റ് ആവാൻ പറ്റൂലല്ലോ, ഇതാണ് അവർ പറയുന്ന ഒരു ഫസ്റ്റ് സെൻറ്റൻസ്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. PCOD ഉണ്ടോ അല്ലെങ്കിൽ തൈറോയിഡ് ഉണ്ടോ, ഇനി ഒരിക്കലും പ്രഗ്നൻ്റ് ആവാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നം ഉണ്ട് എന്നുള്ളൊരു ചിന്ത. ഇത് തികച്ചും തെറ്റായതാണ്. ഹോമിയോപ്പതിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നൊരു മേഖല തന്നെയാണ് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള കേസുകൾ.